ഗോകുലം ചിട്ടീസിൽ ഇ.ഡി. റെയ്ഡ്. ഗോകുലം ഗോപാലന്റെ ചെന്നൈ കോടമ്പാക്കത്തെ ധനകാര്യ സ്ഥാപനത്തിൽ റെയ്ഡ്. വിദേശ നാണ്യവിനിമയ നിയമം ലംഘിച്ചെന്ന ആരോപണത്തിലാണ് റെയ്ഡ്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, വിശദാംശങ്ങൾ. ഗോകുലം ചിട്ടി ഫണ്ട്സിന്റെ ചെന്നൈയിലെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇന്ന് രാവിലെ മുതൽ ഇ.ഡിയുടെ ഒരു റെയ്ഡ് നടക്കുന്നത്. അതായത് കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഇ.ഡിയുടെ ചെന്നൈ ഓഫീസിൽ അധികൃതരും അടക്കമുള്ള ഒരു സംഘമാണ് ഒരു മിന്നൽ പരിശോധന നടത്തുന്നത്. എന്തായാലും എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളും ഒന്ന് ശമിച്ചു വരുന്ന വേളയിലാണ് ഇ.ഡിയുടെ ഭാഗത്തു നിന്ന് ഗോകുലം ഗോപാലന്റെ ധനകാര്യ സ്ഥാപനത്തിലേക്ക് തന്നെ ഒരു അന്വേഷണം വന്നിരിക്കുന്നത്. എന്തായാലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നേതാക്കൾ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഈ ഗോകുലം ഗോപാലന്റെ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇ.ഡിയുടെ റെയ്ഡ് ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ചില പ്രതികരണങ്ങളും പോസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത് സാധൂകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ള സംഘം ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ ധനകാര്യ സ്ഥാപനത്തിൽ ഇപ്പോൾ റെയ്ഡ് നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇ.ഡിനെ ചില ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ ഇത് തങ്ങൾ നടത്തുന്ന ഒരു സാധാരണ റൊട്ടീൻ പരിശോധനയാണെന്നും അതേപോലെ തന്നെ ഇൻകം ടാക്സിന്റെയും അതേപോലെ ഇ.ഡിയുടെയും സംഘങ്ങൾ നേരത്തെ തന്നെ ഗോകുലം ഗോപാലന്റെ ധനകാര്യ സ്ഥാപനങ്ങൾ നിരീക്ഷണത്തിലാക്കിയിരുന്നു, തങ്ങളുടെ റഡാറിലാക്കിയിരുന്നു എന്നുള്ളൊരു സുപ്രധാന വിവരവും തരുന്നുണ്ട്. അതേപോലെ തന്നെ 3 വർഷമായിട്ട് ഇത്തരത്തിൽ തങ്ങൾ ഇവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നുള്ളൊരു നിലപാടാണ് അവർ പറയുന്നത്. എന്തായാലും വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇ.ഡിയുടെ ഒരു റെയ്ഡ് നടക്കുന്നത്. രാവിലെ മുതൽ ഉദ്യോഗസ്ഥർ റെയ്ഡ് ഉണ്ട്. ഇതിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും പങ്കുചേരുന്നു എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ സിനിമാ വിവാദവും ഇപ്പോഴത്തെ റെയ്ഡും അടക്കം വലിയൊരു രാഷ്ട്രീയ കോളിളക്കത്തിന് തന്നെ വഴിവെച്ചേക്കാം. എന്തായാലും വൈകുന്നേരത്തോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തങ്ങൾക്ക് പുറത്തുവിടാൻ സാധിക്കുമെന്നാണ് ഇ.ഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഹരിത. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എമ്പുരാൻ സിനിമ വിവാദം നിലനിൽക്കെയാണ് ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ആദ്യം തന്നെ ചിന്തിക്കുക ഒറ്റ കാര്യം വെച്ച് തന്നെയാണ്. കാരണം എമ്പുരാൻ സിനിമയിൽ തന്നെ ഈ NIA-ക്കെതിരെയുള്ള പല പരാമർശങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പ്രതികാര നടപടിയായി ഇതിനെ കാണാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഹരിത, ഈ എമ്പുരാൻ ഇപ്പോഴത്തെ ഒരു റെയ്ഡ്, ഇ.ഡിയുടെ ഒരു റെയ്ഡ് ആദ്യഘട്ടത്തിൽ NIA നിയമ നടപടികൾ ആരംഭിക്കുമെന്ന് വ്യക്തമാക്കിയ സമയം മുതൽ ഈ ഒരു എമ്പുരാൻ സിനിമയും ഇതുമായിട്ട് കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ ഈ റെയ്ഡ് കൂടുതൽ പ്രതികരണങ്ങളിലേക്കും കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു വഴിമരുന്നിട്ടിരിക്കുകയാണ്. കാരണം സിനിമയുടെ വിവാദം അതേപോലെ തന്നെ റീസെൻസറിങ് കഴിഞ്ഞ് 3 ദിവസം പിന്നിടുന്ന വേളയിലാണ് ഇ.ഡിയുടെ ഒരു സുപ്രധാന പരിശോധന. അത് ചെറിയൊരു സ്ഥാപനത്തിലേക്കല്ല, ഗോകുലം ചിട്ടി ഫണ്ട്സിന്റെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക്, അതായത് തമിഴ്നാട്ടിലെ അവരുടെ ഏറ്റവും വലിയ സ്ഥാപനത്തിലേക്ക് തന്നെ ഇ.ഡി കടന്നെത്തിയിരിക്കുന്നു. ഒപ്പം ഇൻകം ടാക്സ് എത്തിയിരിക്കുന്നു. ഈ ഇവർ ആരോപിക്കുന്ന, അതായത് ഇ.ഡി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഫെമ നിയമം, അതായത് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്, ഗുരുതരമായിട്ടുള്ള കേസാണ്. നമ്മൾ ഇത്തരം കേസുകളൊക്കെ മുൻപ് കണ്ടിട്ടുണ്ട്. ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കേസുകൾ കണ്ടിട്ടുണ്ട്. കോടാനുകോടി രൂപ ഇ.ഡി കണ്ടുകെട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. അത്രയ്ക്കും ഗുരുതരമായിട്ടുള്ള ഒരു വകുപ്പാണ്, അത്രയ്ക്കും ഗുരുതരമായിട്ടൊരു കേസാണ് ഇവർ ചാർത്താൻ ഒരുങ്ങുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട്, എന്നുള്ള സംശയ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിലേക്ക് ഇ.ഡി എത്തിയിരിക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട എമ്പുരാൻ വിവാദം ഒരു ഭാഗത്ത് തിളച്ചു മറിയുകയാണ്. അതിനൊപ്പം തന്നെ ഈ ഒരു പരിശോധന എത്തുന്നു. ഇതെല്ലാം കൂടെ കൂട്ടിക്കിഴിച്ച് കാണുമ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാടാണ്. അതായത് സിനിമയിലെ ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടി, അതായത് ഇത് റീസെൻസറി ചെയ്താലും തങ്ങളുടെ നടപടി അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്. എന്തായാലും ഇ.ഡിയുടെ വലിയൊരു സംഘം, കൊച്ചിയിൽ നിന്നുള്ള ഡെപ്യൂട്ടി ഡയറക്ടറിന്റെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ചെന്നൈയിലെത്തിയിരിക്കുന്നു. ചെന്നൈ യൂണിറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ പരിശോധനയിൽ പങ്കുചേരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇൻകം ടാക്സിലെ ചില ഉദ്യോഗസ്ഥർ ഈ ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ഇൻകം ടാക്സിലെ ഉദ്യോഗസ്ഥരും ഈ പരിശോധനയിൽ പങ്കാളികളാവുന്നു. എന്തായാലും പരിശോധന തുടങ്ങിയിട്ട് 3 മണിക്കൂർ പിന്നിട്ടു എന്നുള്ളൊരു സുപ്രധാന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പരിശോധനകൾ തുടരുകയാണ്, നടപടികൾ തുടരുകയാണ്. ഈ പരിശോധനകളുടെയും ഈ നടപടികളുടെയും ഒക്കെ ഏകോപനം നടക്കുന്നത് കൊച്ചി ഇ.ഡി ഓഫീസിൽ തന്നെയാണെന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹരിത. ശരി, സാനു ആണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ മാള അമ്പഴക്കാട് ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തി. പുലി പിടിച്ചതാണെന്ന് സംശയമുള്ളതായി നാട്ടുകാർ
ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ 6 ആടുകളാണ് ചത്ത നിലയിൽ കണ്ടത്. ഇതിൽ 2 ആടിനെ ഭാഗികമായി